Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു സൈബർ സെക്യൂരിറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറുമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നിങ്ങൾ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒരു സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. അല്ലാത്തവരാണെന്ന് പോവാം. ഓക്കെ, യു ക്യാൻ ഗോ. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങൾ കണ്ടില്ലെങ്കിലും. കാരണം ഇത് അവർക്കുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അവർ ബില്ലിങ്ങിൻ്റെ നേരത്തെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിക്കും. ഞാൻ എൻ്റെ പ്രൈമറി മൊബൈൽ നമ്പർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ലേഡീസ് കൊടുക്കുകയാണെങ്കിലും, അത് മിസ്യൂസ് ചെയ്യപ്പെടില്ലേ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അവരുടെ പേര്, മൊബൈൽ നമ്പറായി, അഡ്രസ്സായി, ബാങ്ക് ഡീറ്റെയിൽസായി. ഒന്നാമത്തെ കാര്യം, നിയമപരമായി ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്ന നമ്പർ അത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്താലോ അത് കുറ്റകൃത്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ടെലികോളേഴ്സ് വിളിക്കുന്ന ടെലികോളിംഗ് നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്നാണ്. നമ്മൾ ആവശ്യത്തിന് ഒരു ലീഡ് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ട് ക്ലിക്ക് ചെയ്ത് നമ്പർ കൊടുക്കുന്നതല്ലാണ്ട് വരുന്ന മോസ്റ്റ് ഓഫ് കോൾസും ഇങ്ങനെ നമ്മുടെ ഡാറ്റ എടുക്കുന്നതാണ്. ഇതിൻ്റെ ദോഷങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ പ്രൈമറി നമ്പറാണ് ഇവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, കാരണം ആധാറും പാനും ലിങ്ക്ഡ് ആണ്. റേഷൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മുടെ മൊബൈൽ നമ്പർ റേഷൻ കാർഡ് കൊടുത്തിട്ട് ആധാർ വെരിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് റേഷൻ വാങ്ങാൻ പറ്റുള്ളൂ. പ്ലസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ ഈ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് ഈ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? ഇതിൽ എവിടെന്നെങ്കിലും ഒരു ഡാറ്റ ലീക്കേജോ ഈ ഫോൺ, ഈ ഇട്ടിരിക്കുന്ന പ്രൈമറി ഫോണിൽ പറയാം, പ്രൈമറി ഫോണിൽ എന്താണ് ഒരു SMS ത്രൂ ഉള്ള ഒരു ഫിഷിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫിഷിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഫിഷിംഗ് മെത്തേഡിൽ നിങ്ങൾക്കൊരു SMS വരികയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ലിങ്ക് അയച്ചു തരാണ് അവർ. കാരണം നിങ്ങളുടെ പ്രൈമറി നമ്പറാണ്, അവർക്കറിയാം, അതായത് ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുന്നു. അപ്പം അതിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പൈസ എടുത്തുകൂടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ഇനി മാളിലെ നമ്പർ കൊടുത്തേ പറ്റുണ്ടെങ്കിൽ, കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റിങ്ങിന് ഓഫറൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കണം. നിങ്ങൾക്ക് സെക്കൻഡറി ഫോൺ ഉണ്ടാവും, അല്ലേ? ബാങ്ക് ഒന്നും അല്ലാത്ത ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഇതേ അവസ്ഥ തന്നെയാട്ടോ ഓൺലൈനിൽ. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ട, ഇൻസ്റ്റാഗ്രാം എവിടെയൊക്കെ ലോഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്തൊരു വീഡിയോ വരാൻ പോകുന്നതിൻ്റെ സൈബർ സെക്യൂരിറ്റി വീഡിയോ തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇത് നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ നമ്പർ കിട്ടിയ ആൾക്കാർ ഇപ്പം അതേപോലെ റീചാർജ് കടകളിൽ നിന്ന് റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ കൊടുത്ത് അവിടെ നിന്ന് മിസ്യൂസ് ചെയ്യാം. പല ലേഡീസിന് അത് അനുഭവങ്ങളുണ്ട്. അവരെ നമ്പർ പുറമേ പോയി കഴിഞ്ഞാൽ അവർക്ക് വരുന്ന കോളുകൾ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി നമ്പർ ഒരു കാരണവശാലും മാള്, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കരുത്. പ്രൈമറി നമ്പർ നമുക്ക് കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ നമ്പർ കൊടുക്കണം. അത് വെച്ചിട്ടാണ് പിന്നീട് അവർ നമ്മൾ ID കാർഡൊക്കെ സെർച്ച് ചെയ്യുക. കാരണം നമുക്ക് ആ നമ്പർ ഓർമ്മ ഉണ്ടാവില്ല. കാർഡ് ഇല്ലെങ്കിലും നമുക്ക് പല ഹോസ്പിറ്റൽസിലും, ഇക്രി ആയാലും, ഇപ്പോൾ കാലിക്കറ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ഇക്രി ആയാലും, ബേബി മെമ്മോറിയൽ ആയാലും, മിംസ് ഹോസ്പിറ്റലായാലും, നിർമ്മല ആയാലും ഒക്കെ. കാരണം ഞാനൊക്കെ നിർമ്മലയിൽ ആദ്യം കൊടുത്ത നമ്പർ അത് പറഞ്ഞിട്ടാണ് പിന്നീട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് 2010 രജിസ്റ്റർ ചെയ്തത്, എൻ്റെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തത് വെച്ചിട്ടാണ് ഞാനൊരു ആവശ്യത്തിന് പോയപ്പം രജിസ്ട്രേഷൻ എടുത്തത്. ഇതേപോലെ തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സ്. അപ്പം നിങ്ങളുടെ സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡറി നമ്പർ, നമുക്ക് എല്ലാവർക്കും ഇന്നൊരു സിമ്മ് മാത്രമല്ല ഉണ്ടാവുക, 1, 2, 3 സിമ്മുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? 9 സിം വരെ ഒരു വ്യക്തിക്ക് എടുക്കാം ഇന്ന് നിയമപ്രകാരം.
അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൈമറി ബാങ്ക് കാര്യങ്ങൾ കൊടുക്കാത്ത ഫോൺ ഇടുന്ന ഇല്ലാത്ത ഫോണിൽ ഉള്ള നമ്പർ നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങളുടെ അക്കൗണ്ടിനെ സേഫ് ആക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അല്ലേ. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രൈമറി ഇമെയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കൊടുക്കരുത്. അതിന് നമുക്ക് സെക്കൻഡറി ആയിട്ട് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പം ഒരു മൊബൈൽ കണക്ഷൻ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ദുട്ട് കൊടുക്കണം. പക്ഷെ ഒരു ഇമെയിൽ എടുക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു സെക്കൻഡറി മെയിൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബാങ്കിനൊക്കെ കൊടുക്കാനല്ലാണ്ട് ഇപ്പോൾ ജോബ് അപ്ലൈ ചെയ്യാനോ അങ്ങനെയുള്ള ഏതെങ്കിലും സൈറ്റ് കൊടുക്കാനോ ഇപ്പോൾ നൗക്കറി ഇതിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡറി നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഫിഷ് ചെയ്യണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യണ ആൾക്കാർക്ക് അതൊരു പണി തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് മാക്സിമം കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അല്ലാത്തവർക്ക് ഷെയർ ചെയ്യണ്ട അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കണ്ടവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.